ഒരു തരത്തിലുള്ള ഇളവും CPIയുടെ MLA-മാർക്ക് ഇത്തവണ ഉണ്ടാകില്ല എന്ന് നമ്മളോട് പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. കഴിഞ്ഞ തവണ ചില ഇളവുകൾ ഈ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾക്ക് ചില ഇളവുകൾ നൽകിയിരുന്നു. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ ഒരു CPIയുടെ MLA-മാർക്കും കഴിയില്ല. അത് നടപ്പിലാക്കും. മുൻപ് പാർട്ടി എടുത്ത തീരുമാനം 100% നടപ്പിലാക്കുമെന്നാണ് ബിനോയ് വിശ്വൻ പറയുന്നത്. നിലവിൽ 17 പേരാണ്, 17 MLA-മാരാണ് CPIക്കുള്ളത്. അതിൽ വാഴൂർ സോമൻ അടുത്തിടെ മരിച്ചു. അത് കഴിഞ്ഞുള്ള 16 പേരിൽ 10 പേരും 2 തവണയോ അതിൽ കൂടുതലോ MLA-മാരായി ഇരുന്നവരാണ്. സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വന്നാൽ കെ രാജൻ, റവന്യൂ മന്ത്രി, അവരുടെ നിയമസഭാ കക്ഷി നേതാവായ കെ രാജൻ 2 തവണ ഒല്ലൂരിൽ നിന്ന് ജനപ്രതിനിധി ആയ ആളാണ്. അതനുസരിച്ചാണെങ്കിൽ ഇനി കെ രാജന് നിയമസഭയിലേക്ക് സീറ്റ് ഉണ്ടാവില്ല. അടൂരിൽ നിന്നുള്ള ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ചിറ്റയം ഗോപകുമാറിനും ഇനി സീറ്റ് ഉണ്ടാവില്ല. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ഇ ചന്ദ്രശേഖരൻ 3 തവണയായി കാഞ്ഞങ്ങാട് നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിനും സീറ്റ് ഉണ്ടാവില്ല. വൈക്കം MLA CK ആശയ്ക്ക് സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ 10 MLA-മാർക്കാണ് സീറ്റ് ഉണ്ടാവാത്തത്. ഈ മാനദണ്ഡം അനുസരിച്ച് 6 പേർക്ക് മത്സരിക്കാം. അത് മന്ത്രിസഭയിൽ തന്നെയുള്ള 3 പേരുണ്ട്.